ഇതാ നമ്മളെ ഉമ്മ മരുമക്കള് വരുന്നുണ്ട്. നല്ല അടിപൊളി ബീഫ് ബിരിയാണി ആക്കിയിരുന്നുണ്ട്. ഇതാണ് ദേഷ്യം പിടിക്കുന്നത് മുത്തപ്പക്ക്. ഫോൺ അടക്കടാ, ഫോൺ അട. ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മുടെ ചെറിയൊരു ഡേ ആൻഡ് മൈ ലൈഫ് വീഡിയോ ആണ് ഇടാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് എല്ലാവരും ഉണ്ട്. ഞാൻ എൻ്റെ വീട്ടിലുള്ളത് അവിടെ എൻ്റെ മുപ്പിയുണ്ട്, ഫറാദിൻ്റെ ഓളുണ്ട്. ഇവരെല്ലാവരും കണ്ണാടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ഒരു മൃഗം കാണിക്കാൻ ഭയങ്കര മടിയുള്ളതാണ്. നല്ല കാറ്റും മഴയും പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല, കാണിച്ചത്. നല്ല മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ. മഴ ഉഷാറായിട്ട് പെയ്യാനുള്ള സാധ്യത പോലെ. നമ്മളെ മൊയ്ജോട്ടിക്ക് മൊയ്ജോട്ടി വരുന്ന മൊയ്സിന് ഒരു വയസ്സായിട്ട് നടക്കുന്നില്ല. കള്ളൻ പിടിച്ചിട്ട് മെല്ലെ നടക്കുന്നു. മൊയ്സ ഇങ്ങോട്ടൊക്കെ. മൊയ്സ, മഴ നല്ല തിമിർത്ത് പെയ്യുന്നുണ്ട് കേട്ടോ. അടിപൊളി മഴ, നല്ല കാറ്റൊക്കെ ഉണ്ട്. മൊയ്ജോ ഹായ്. മൊയ്ജ് പറഞ്ഞേ, ഹായ് പറഞ്ഞേ. അബ്ബ 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 അടക്കി ഉണ്ടൊക്കെ ഉണ്ട്. അബ്ബ ഉണ്ടോ? മൊയ്ജിന് തണുപ്പിടിച്ചിട്ടുണ്ട് കേട്ടാ. ചോറിക്കാനായാ? ഇതാ നമ്മളെ ഉമ്മ മരുമക്കള് വരുന്നുണ്ട്. നല്ല അടിപൊളി ബീഫ് ബിരിയാണി ആക്കിയിട്ടുണ്ട് കേട്ടോ. അതാണ് മരുമക്കളോടുള്ള സ്നേഹം. 916 ആണ് ഉമ്മാൻ്റെ സ്നേഹം. പ്യുർ ഗോൾഡൻ. ഉമ്മാൻ്റെ ബീഫ് ബിരിയാണിനെ പറ്റിയിട്ട് ഉമ്മക്ക് എന്താ പറയാനുള്ളത്? ഞാൻ അഹങ്കരിച്ച് വരുന്നല്ല, അടിപൊളിയാണ്. മാഷാ അല്ലാഹ്. ഉമ്മാനെ നമുക്ക് വൈറലാക്കണം. ഉമ്മാനകത്ത് എന്താണ് അല്ല, എന്നാലും മറ്റേ ചെക്കൻ്റെ നൗഫലിൻ്റെ ഉമ്മാനെ പോലെ ആക്കണം. ഫുള്ള് ഇൻ്റർവ്യൂവിൽ എടുത്തിട്ട് ഫുള്ള് എന്താ പറയുക, വൈറലാക്കണം ഉമ്മാനെ. ഉമ്മക്ക് നല്ല ആഗ്രഹമുണ്ട് യൂട്യൂബിൽ വരാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്താ പറയുക, കാണുന്ന ആൾക്കാരെല്ലാം ചോദിക്കുന്നുണ്ട്, എന്തെല്ലോ ചോദിക്കുന്നുണ്ടെന്ന്. ഉമ്മക്ക് ഭയങ്കര മടി യൂട്യൂബിൽ നമ്മളെ കാണിക്കാൻ. ഒരാൾ ഉപ്പാനെ ചോദിക്കുന്നുണ്ട്, യൂട്യൂബിൽ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഉപ്പാനോട് ഇങ്ങനെ എല്ലാവരും ചോദിക്കുന്നുണ്ടല്ലോ. നാട്ടിലിറങ്ങിയാൽ ചോദിക്കുന്നുണ്ടല്ലോ ഉപ്പാനോട്, ആരും യൂട്യൂബിൽ കാണുന്നില്ല, നിങ്ങളെ ഇതിനെ കാണാത്തത്. അപ്പം അവർക്കുള്ള ഇതാണ് കേട്ടോ. മൊയ്സ് നടക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടാ. ഇപ്പം ഇവിടെ ഇങ്ങോട്ടിരുന്ന് ഇങ്ങോട്ടായി കൊടുക്കറാ. അങ്ങോട്ടായി കൊടുക്ക, അങ്ങോട്ട്. ഏറ്റവും ഈസി ഇതാണല്ലോ കുട്ടിക്ക് നടക്കാൻ. ചോറ് കഴിക്കാൻ സമയമായിരിക്കുകയാണ്. ഉമ്മ മാഷാ അല്ലാഹ് അതിൻ്റെ ഇടയ്ക്ക് ഉപ്പ നൈസായിട്ടൊന്നും എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇവിടെ ചോറിങ്ങനെ കുണ്ടായ പോലെ. ഇതെന്തിനാ അങ്ങനെ മാഷാ അല്ലാഹ് കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒന്നിക്കുകയാണ്. മൈജെ ചേക്കത്ത് നിന്നില്ലാലോ ചോറേക്കേ. സൂപ്പർ ബിരിയാണി, അടിപൊളി ബിരിയാണി കേട്ടോ. ഉമ്മ കൺഗ്രാജുലേഷൻ. ഗൈസ്, അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എൻ്റെ കുറച്ച് റെസ്റ്റ് എടുക്കുകയാണ് ഗൈസ്. എന്താ പറയുക,
ഇപ്പോൾ 2:45 മഗ്ദൂമിനെ കൂട്ടാൻ വേണ്ടി പോകണം. മഗ്ദൂമിനെ കൂട്ടിയിട്ട് വരണം. അതുവരെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് നമ്മളെ മഗ്ദൂം എത്തിയിരിക്കുകയാണ്. മഗ്ദൂം, how are you? ഹവാരി പറയാനല്ല, ഫൈന് പറയൂ. എത്ര ഫൈന്? 3 ഫൈനാ. സ്കൂളിൽ എന്തെല്ലാം പഠിച്ചേ? എന്തോ വർക്ക് എന്താന്ന് പറയും. എടി ഇതെന്നാ ഫുള്ള് തിന്നേണ്ട സാധനമല്ലേ ഉള്ളു. ഇത് കുപ്പിയെ വെള്ളപ്പെട്ട് മൂത്തിന്റെ വക വീട് സെറ്റാന്നല്ലേ. ഇതെന്തിനാ അപ്പൊ മൂത്താവാണ്ട് തിന്നണേ? ട്രാവലടിച്ചാ എന്നാ എൻ്റെ ഇപ്പൊ നല്ല മര്യാദയുള്ള കുട്ടിയാണ് നിന്റെ ഉപ്പാപ്പ അല്ലേ? എടാ എൻ്റെ ഉപ്പാപ്പനെ പറയല്ലേ, എൻ്റെ ഉപ്പാപ്പനെ പറഞ്ഞാണ്ടല്ലോ. ആ എൻ്റെ ഉപ്പാപ്പനെ പറയും. എൻ്റെ ഉപ്പാപ്പ എൻ്റെ ഉപ്പല്ലേ, അപ്പൊ അതുകൊണ്ട് പറയുക. മാഡം നല്ല കോമഡി. ഉമ്മ ഭയങ്കര ഫണ്ണാന്ന് കേട്ടാ. ഉമ്മ വിചാരിക്കാന്നല്ല, ഭയങ്കര കോമഡിയാണ്. അതിനുള്ള എന്തെല്ലാം ഉള്ള മുട്ടായിനുള്ള എന്തെല്ലാം ഉള്ള നോക്കിയ കളിക്കുന്ന എന്തുണ്ടാ? ഇവന്റെ അവസ്ഥ കേട്ടോ. ഫോൺ ഉണ്ടെങ്കിൽ മാത്രമേ ചോറ് കഴിക്കൂ. ഇതാണ് ദേഷ്യം പഠിക്കുന്നത് മുത്തപ്പക്ക്. ഫോൺ അടക്കടാ, ഫോൺ അടക്ക. എന്താ ഫോൺ വെക്കടാ. ഇതാണ് എൻ്റെ അവസ്ഥ. വളരെ ദയനീയമായ അവസ്ഥയാണ്. നിന്നെ ഞാൻ ഇതൊക്കെ ചോറ് കഴിക്കാൻ വേണ്ടി മൊബൈലിന് വേണ്ടിയിട്ടുള്ള ഇതാ. ചോറ് ഇതാ വീഡിയോ ഉണ്ടേ. ആ ബാപ്പൊക്കെ അയച്ചെടുക്കൂ. ചോറയ്ക്കോ ചോറേക്ക് എന്താ അവസ്ഥ? ചോറ് കഴിച്ചാട്ടെ. ഇതിന് നമുക്ക് ഫോണൊന്നും വേണ്ട. വൈജ ഓനിക്ക് ഇങ്ങനെ തലയിൽ വെച്ച് കളിക്കണം. തലയിൽ വെച്ച് ഇതെന്താ എല്ലാം വിളിച്ചിരുന്നത്? എല്ലാരും പുലിമുരുകൻ സിനിമ വന്നാണ്. പുലിമുരുകൻ മക്കള് മൊബൈലെല്ലാം മതിയാക്കിയിട്ട് സൈക്കിളോട്ടം തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. എടുത്ത് കാണാതെ മധുവ. പിന്നെ ഈ മൊബൈല് നോക്കുന്ന കുട്ടികളോട് മധുവിനെന്ന് പറയാനുള്ള റേഡിയേഷനാ? ചോറയ്ക്ക് മൊബൈൽ നോക്കാൻ പറ്റുമോ? എന്നാ ചെയ്യണ്ടേ? മൊബൈൽ നോക്കാണ്ട് ഫുള്ള് ചോറ് കഴിക്കാം അല്ലേ? എന്നിട്ട് സൈക്കിൾ ഓടിക്കാം. എന്നിട്ടല്ലേ നല്ല കുട്ടികളാകാം. കണ്ടോ? നമ്മളെ ആപ്പാന്റെ വീട്ടിലേക്ക് വന്നിട്ടുള്ളൂ കേട്ടോ. ആവശ്യമുണ്ട്, ക്ഷതയുണ്ട്. അപ്പൊ ആപ്പാന്റെ ഓൾറെഡി കാല് ആണി കയറിയിട്ട് ഇതൊരു ഘട്ടത്തിലുള്ളത്. അപ്പൊ ആപ്പാനെയും കാണാം. പിന്നെ നമ്മളെ രാമ ഉമ്രക്ക് പോകുന്നുണ്ട്. പിന്നെ അപ്പുറം ഉമ്മാമയുണ്ട്. ഉമ്മാമ്മയുടെ മുത്തിയും എന്താ പറയാ മുസ്തീനെ കണ്ടിട്ട് കുറച്ചായി. അവരെല്ലാം ഒപ്പരം കാണാൻ വേണ്ടിട്ട് ഇപ്പൊ വൈകുന്നേരം വന്നിട്ടുണ്ട് കേട്ടോ. ക്ഷത ഇതാണ് ആള് കാലെല്ലാം പൊട്ടിയിട്ട് കിടക്കുന്ന കിടപ്പൊക്കെ.
കാല് പൊട്ടിയത് 2 ആഴ്ചയില്ലേ? അപ്പൊ ഈ മഴക്കാലത്ത് എല്ലാവരും ശ്രദ്ധിക്കാം. ഇത് വിരുന്നൊരുക്കുന്ന ക്ഷത. കേക്ക് ഉണ്ട്, അപ്പുണ്ട്, പിന്നെന്താണ് ഇത് വെള്ളപ്പം. പിന്നെ മറ്റേന്ന് പറയാ അല്ല വടയുണ്ട്. തക്കാർ ഇവിടെ ഭയങ്കര തക്കാരെല്ലാക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വേണ്ടിട്ട് ഭയങ്കര തക്കാരാണ്. ഗൈസ് ഇതാണ് ഇവിടുത്തെ നേതാവ്. നമ്മള് സൗത്തിന്റെ അടുത്ത് നിന്ന് വിട്ടല്ലേ, ഷാനാമന്റെ അടുത്ത് നിന്ന് വിട്ടിന് സൗത്താമന്റെ അടുത്തേക്ക് പോകണം. ഇതാണ് നമ്മളെ തറവാട് കേട്ടോ, തറവാട്. ഇതാണ് നമ്മളെ റഹന്യാസ് കേട്ടോ. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ട് നമ്മളെ ആമാന്റെ ഏകപുത്രനാണ്. നമ്മുടെ ആമ വെള്ളിയാഴ്ച ഉംറക്ക് നോക്കാന്ന്. അപ്പോൾ നമ്മള് എന്താ പറയാ, ഇതാണ് ആമാന്റെ ഇളയ പുത്ര സന്തതി. അപ്പോൾ നമ്മൾ ആമാക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യാം കേട്ടാ. മറ്റവരെ കണ്ട മുമ്പില് ഷാറൂഖ് ഖാൻ എന്റെ വിചാരം കണ്ടാ, ഇല്ല ഇതാ ചെറിയ മനുഷ്യനായിട്ടാ. മൊയ്സിയുടെ വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ഗൈസ്. ചിറ്റേട്ടെ കൊറേ കയറി ഇരിക്കറാ. ഗസ്റ്റായി വന്ന് നമുക്ക് ചായരാണ്ട് ഇവന് ഒറ്റക്ക് കോഫി അടിക്കുന്നുണ്ടോ. ഇവൻ മറ്റേ ഹാംസ്റ്റർ കോമ്പാറ്റിന്റെ അടിമയാണ് കേട്ടോ. ഇവനത് അടിമക്കണ്ണൻ, ഹാംസ്റ്റർ കോമ്പാറ്റിന്റെ അടിമക്കണ്ണനാണ് ഇവന് അടുത്ത ബില്ലണറാവുന്നാ പറയുന്നത്. പഠിപ്പെല്ലാം നിർത്തി ഇപ്പൊ വെറും കുത്തല് മാത്രമേ ഉള്ളൂ. ബില്ല ഫോണെല്ലാം മേടിച്ചിട്ടുണ്ട് കുത്താൻ വേണ്ടിയിട്ട്. ഇവനാണ് നമ്മുടെ ഹാംസ്റ്റർ കോമ്പാറ്റിന്റെ അടിമക്കണ്ണൻ. നമ്മള് തറവാട്ടിലെത്തിയിട്ടുള്ളൂ. ഉമ്മാവനെ കാണാൻ വേണ്ടി വന്ന കേട്ടോ. നമ്മള് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. മഗ്ദൂമിനെ കൂട്ടാണ്ട് പോയതാ. മഗ്ദൂമ് നല്ല ഉറക്കായിരുന്നു, നല്ല കട്ടക്കലിപ്പിലാണ്. ബീച്ചിൽ പോയി, പിന്നെ കല്ലുമ്മക്കായിന്ന് ചായ കുടിച്ച് മൊയ്സിനെ വെള്ളത്തിലെല്ലാം കളിപ്പിച്ചിട്ട് വന്ന്. പാവം മഗ്ദൂം. അത് നല്ല ഉറക്കാണ്. ഉറങ്ങിക്കോ. നമ്മ വേറെ പോവാണ്ട്, നമുക്ക് ആദ്യം പോകണ്ട. ഉറങ്ങിക്കോ ഉറങ്ങടാ. അയ്യോ, ഇന്ന് നമ്മുടെ ഫൗദുവിന്റെ ബർത്ത്ഡേ കൂടിയാണ്. പറയില്ല. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ഗൈസ്. അപ്പൊ ഫൗദുവിന്റെ നമുക്ക് ഇന്ന് ട്രീറ്റ് എന്ന് പറഞ്ഞാല് 1 കിലോ കോഴി മേടിച്ചിട്ട് പൊരിക്കലാന്നിട്ട്. അപ്പൊ ഇന്ന് നമുക്ക് ഫൗദുവിന്റെ ബിഗ് ട്രീറ്റ് ആണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ ഓൻ 1 കിലോ കോഴി മേടിച്ച് ഒതുക്കിയിരിക്കുകയാണ് ഗൈസ്. അപ്പൊ നമുക്ക് നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്ന എല്ലാവർക്കും ബൈ.